പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമ്മെ ഹല്ലേലൂയ സൃഷ്ടിച്ച ദൈവത്തെ മാത്രമല്ല, നമ്മെ ചമയിച്ച് നമ്മെ ഒരുക്കി നമ്മെ മാനിക്കുന്ന ദൈവത്തെക്കുറിച്ചും നാം വായിക്കുന്നു. ഇതാ യേശു കർത്താവ് തൻ്റെ ഹല്ലേലൂയ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വയലിലെ താമരയെ ഒന്ന് വിചാരിച്ച് നോക്ക്. ഹല്ലേലൂയ. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും അതിനോടൊപ്പം ചമയാൻ പറ്റിയിരുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ ചമയാൻ തന്നെക്കൊണ്ട് പറ്റിയില്ല. തനിക്ക് എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന എല്ലാത്തിനെയും താൻ വാങ്ങിച്ചു, തന്നെത്താൻ അലങ്കരിച്ചു, തന്നെത്താൻ കൊള്ളാവുന്നവനാക്കി മാറ്റി. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ശലോമോൻ പോലും തൻ്റെ സകല മഹത്വം കൊണ്ട്, തൻ്റെ സകല സമ്പത്തും കൊണ്ട് വയലിലെ താമരയെ പോലെ അണിയിക്കാൻ പറ്റിയില്ല. താമര നോക്ക്, എത്ര മനോഹരമായിട്ടാണ് ദൈവം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതാ വേദപുസ്തകം പറയുന്നു, അത് ഇന്നുള്ളതാ നാളെ തീയിൽ പോകുന്നതാ. ഇന്നുള്ളതും നാളെ തീയിൽ പോകുന്നതുമായ ഒരു പുല്ലിനെ ദൈവം അങ്ങനെ അണിയിച്ചുവെങ്കിൽ നിങ്ങളെ എത്ര അധികമായിട്ട് ദൈവം അലങ്കരിക്കും. ഏത് പുല്ല് നോക്കിയാലും ഏത് സസ്യം നോക്കിയാലും ഇന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കും. മനുഷ്യർ തന്നെ നോക്കിയിട്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് പറയും, എത്ര മനോഹരമായ സൃഷ്ടിയാ, എത്ര മനോഹരമായ ഹല്ലേലൂയ ഒരു പൂവായത്, എത്ര മനോഹരമായ ഹല്ലേലൂയ ഒരു ചെടിയാ, അതിൻ്റെ നിറം നോക്ക്, അതിൻ്റെ രൂപം നോക്ക്, അതിൻ്റെ ഭംഗി നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അത് ഇന്നുണ്ട്, പക്ഷെ എന്നാൽ നാളെ അത് ഉണങ്ങിപ്പോകും, അത് വാടിപ്പോകും, അവസാനം അത് തീയിൽ വെന്തുപോകും. എന്നാൽ പ്രിയരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നാം ഇന്നുള്ളതും നാളെ വാടിപ്പോകുന്നതുമായുള്ള കൂട്ടത്തിലല്ലല്ലോ നമ്മെ ദൈവം ഉണ്ടാക്കിയത്. നിത്യത മുതൽ നിത്യത വരെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, കർത്താവിനോട് കൂടെ ഇരിപ്പാൻ, അവൻ്റെ മക്കളായിരിക്കാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാ, ദൈവത്തിൻ്റെ മക്കളാ നാം. വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമകാലത്ത് അബ്ബാ, പിതാവേ എന്നല്ലല്ലോ വിളിച്ചത്. അവർ വിളിച്ചത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ രാജാവേ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ, സർവ്വസൈന്യാധിപനെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ എന്നൊക്കെ വിളിച്ച ദൈവത്തെ പുതിയ നിയമത്തിൽ നാം വിളിക്കുന്നത് അബ്ബാ പിതാവേ എന്നാണ്, നാം വിളിക്കുന്നത് അപ്പാ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പദവി കുറെ കൂടെ കൂടുതലാണ്. നമ്മെ ദൈവം മക്കളാക്കി ഉണ്ടാക്കിയെങ്കിൽ അപ്പനോട് കൂടെ ഇരിക്കാനാ, അപ്പൻ്റെ രാജ്യത്തിലായിരിക്കാനാ, അപ്പൻ്റെ ഭവനത്തിലായിരിക്കാനാ, അപ്പനോട് കൂടെ വസിക്കാനാ. അതുകൊണ്ട് നോക്ക്, ശലോമോന് ചമയാൻ കഴിയാഞ്ഞത് ശലോമോന് തൻ്റെ സകല മഹത്വത്തിലും തന്നെത്താൻ അലങ്കരിക്കാൻ കഴിയാത്തത് നമ്മെ ദൈവം അലങ്കരിക്കും, നമ്മെ ദൈവം അങ്ങനെ മാനിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, അവൻ നമ്മെ മഹത്വവും തേജസ്സും അണിയിച്ചിരിക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിനെ, നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഹല്ലേലൂയ സ്വന്തം മക്കളെ അവൻ അണിയിക്കും. അവൻ പിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ മഹത്വവും തൻ്റെ മക്കളായ നമ്മിലേക്ക് അവൻ കൈമാറിയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. എൻ്റെ കൂടെയുള്ള നീ എനിക്ക് തന്ന നിൻ്റെ ജനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു. നീ തന്ന അതേ മഹത്വം ഒന്നും കുറയാതെ ഒന്നും മാറ്റിവെക്കാതെ തൻ്റെ മക്കളിലേക്ക് പകർന്നു. അതുകൊണ്ടാണ് പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെ ദൈവം കരുതുന്നത്, നമ്മെ ദൈവം മാനിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടി അവൻ തന്നത് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ പരിശുദ്ധ രക്തമത്രേ. ആ രക്തം കൊണ്ട് നമ്മുടെ ബലഹീനതകളെ മാറ്റി, നമ്മുടെ കുറവുകളെ മാറ്റി, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് നമ്മെ കൊള്ളാവുന്നവരാക്കി. ഒരു പക്ഷേ ഈ ലോകത്തിൽ മറ്റെന്ത് നോക്കിയാലും നിങ്ങൾ നോക്ക്, അത് ഇന്നുണ്ട്, നാളെ മാറിപ്പോകും. ഇന്നുള്ളത് പലതും നാളെ കാണത്തില്ല. ഇന്നലെ വരെ കണ്ട പലതും നിങ്ങൾ നോക്ക്, പലതും മാറിപ്പോയി, കാലഹരണപ്പെട്ടു പോയി, അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതായിപ്പോയി, മനുഷ്യൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിർത്തിക്കളഞ്ഞു. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരു സീസൺ കൊണ്ട്, ഒരു കാലഘട്ടം കൊണ്ട് മാറുന്നതല്ല. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്, നിത്യത വരെ അവസാനത്തോളം പരിപാലിക്കുന്ന ദൈവം, ഉള്ളം കരത്തിൽ വഹിക്കുന്ന ദൈവം. അവനെയാ നാം അബ്ബാ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അത്ര വലുതാണ്, നമ്മെക്കുറിച്ചുള്ള വിചാരം
അത്ര വലുതാ. നമ്മെ ഒരു നാളും കൈവിടാത്തവൻ, ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ, ഒരു നാളും തള്ളിക്കളയാത്തവൻ, അവനെ നാം അപ്പ എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മെ ചമയിക്കും. മറ്റെന്തിനേക്കാട്ടിലും, സകല സൃഷ്ടികളെക്കാട്ടിലും ഉപരിയായി നമ്മെ ചമയിക്കും. എത്ര പേർക്ക് ഇത് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റും? ഞാനൊരു ദൈവ പൈതല, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ, ഞാൻ എൻ്റെ കർത്താവിന് വിലയേറിയവനും പ്രിയപ്പെട്ടവനുമാ, ഞാൻ എൻ്റെ കർത്താവിനും മാന്യനാ. നിങ്ങളുടെ വീട്ടിനകത്ത് ഒന്ന് കരമൊക്കെ ഒന്ന് ഉയർത്തിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു ദൈവ പൈതല, അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ അണിയിക്കുമ്പോൾ, എന്നെ ചമയിക്കുമ്പോൾ, എന്നെ മാനിക്കുമ്പോൾ മറ്റാരെക്കാട്ടിലും അധികമായി എൻ്റെ കർത്താവ് എന്നെ ചമയിക്കും. കാരണം ഞാൻ എൻ്റെ യേശുവിന് വിലയേറിയവനാ. അവൻ്റെ രക്തം പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലയേറിയതാ. ആ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയത് ചുമ്മാതല്ല, തമാശയ്ക്ക് വേണ്ടിയല്ല, ഒരു ടൈം പാസിന് വേണ്ടിയല്ല. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്താവ് തൻ്റെ മഹത്വവും തേജസ്സും കൊണ്ട് എന്നെ അണിയിക്കും. എൻ്റെ തല അവൻ ഉയർത്തും. ഹല്ലേലൂയ. ഇന്നുള്ളതും നാളെ വാടിപ്പോകുന്നതുമായ പൂവിനെ മനോഹരമായി അലങ്കരിച്ച അതേ കർത്താവ് എന്നെ അതിനേക്കാട്ടിലും ശ്രേഷ്ഠമായി, മറ്റെന്തിനേക്കാട്ടിലും ശ്രേഷ്ഠമായി അണിയിപ്പാൻ വിശ്വസ്തനത്രേ, വാക്കുമാറാത്തവനത്രേ, കൈവിടാത്തവനത്രേ, ഉപേക്ഷിക്കാത്തവനത്രേ. അവൻ എൻ്റെ അപ്പൻ, അവൻ എന്നെ പരിപാലിക്കും. എന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.